അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1406. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ഖാൽ, ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ, നിശ്ചയമായും നിങ്ങൾ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവർ, വ അഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ അടുത്തിരിക്കുന്നവർ. മുത്തനബി സല്ലല്ലാഹു നിങ്ങളുടെ സ്നേഹം ലഭിച്ച ആളുകൾ ഖിയാമത്ത് നാളിൽ അവിടുത്തെ ചാരത്തിരിക്കാൻ ഭാഗ്യം ലഭിച്ചവർ. അഹാസിനക്കും അഖ്ലാഖ, നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. സൽസ്വഭാവികൾ ആരാണോ അവർക്കാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ സ്നേഹം ലഭിച്ചവരും തങ്ങളുടെ ചാരത്തിൽ നാളെ ഇരിക്കാൻ കഴിയുന്നവരും, ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ. മറ്റൊരു ഹദീസിൽ കാണാം, യുഅത്തിഊന അക്നാഫൻ, പിരടികൾ ചവിട്ടിക്കിടക്കാൻ താഴ്ത്തി കൊടുക്കുന്നവർ എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും ഒതുങ്ങിക്കൊടുക്കുന്ന ആളുകൾ. വീണ് കിടക്കുന്ന മരത്ത് മൂടിക്കയറാന്ന് പറഞ്ഞതുപോലെ അവരെന്ത് ചെയ്യും, എല്ലാ വിഷയത്തിലും ഒതുങ്ങിക്കൊടുക്കും. ആ സ്വഭാവമുള്ളവർ. യഅ്ലഫൂന വയുഅ്ലഫൂൻ, എല്ലാവരോടും നല്ല നിലക്ക് ഇണങ്ങിച്ചേരും. അവരോടും നല്ല നിലക്ക് ഇണങ്ങിച്ചേരാൻ പറ്റിയ സ്വഭാവമുള്ള ആളുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല സ്വഭാവമുള്ള അവർക്കാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം ലഭിക്കുകയും ചാരത്ത് സീറ്റ് ലഭിക്കുന്നവർ. ഇന്ന മിൻ അബ്ഗദിക്കും ഇലയ്യ, നിശ്ചയമായി നിങ്ങൾ എനിക്ക് ഏറ്റവും വെറുപ്പുള്ളവർ. അബ്അദിക്കും മിന്നി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ എന്നിൽ നിന്ന് ഏറ്റവും അകന്നവർ. നിങ്ങൾ ഏറ്റവും മോശ സ്വഭാവമുള്ളവരാണ്, സ്വഭാവം മോശമായവരാണ്. അസ്സർസാറൂൻ, ആവശ്യമില്ലാതെ സംസാരിക്കുക. കസീറുൽ കലാമി തകല്ലുഫൻ, എല്ലാ വിഷയത്തിലും ഇടപെട്ട് ആവശ്യമില്ലാതെ ഇടപെട്ട് സംസാരിക്കുക. അത്തരം സ്വഭാവമുള്ള ആളുകൾ, ചില ആളുകളുണ്ട് സംസാരിച്ചാൽ നിൽക്കില്ല, അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. അങ്ങോട്ടൊന്നും പറയാൻ കഴിയില്ല, ഇങ്ങോട്ട് പറയുന്ന ഇങ്ങനെ കേൾക്കേണ്ടി വരും. ആ രൂപത്തിൽ ഇങ്ങനെ സംസാര സ്വഭാവമുള്ള ആളുകളുണ്ട്. വെറുതെ എല്ലാ വിഷയത്തിലും ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ ഇടപെട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സ്വഭാവം, അത് എനിക്കിഷ്ടമല്ല. വൽ മുതസദ്ദിഖൂൻ, അതുപോലെ തന്നെ വായ നിറച്ച് തൊണ്ടയിൽ നിന്നെടുത്ത് സംസാരിക്കുക. അവനാൻ്റെ ശൈലിയും സ്വഭാവം ഒന്നും അല്ലാതെ വായ അങ്ങോട്ട് നിറച്ചിട്ടൊരു ഗാംഭീര്യത തോന്നിക്കാൻ വേണ്ടിയിട്ട് ആ രൂപത്തിൽ തൊണ്ടയിൽ നിന്നെടുത്ത് പ്രത്യേക ശൈലിയിൽ സംസാരിക്കുക, അതും എനിക്കിഷ്ടമല്ല. വൽ മുതഫഹിഖൂൻ, അതുപോലെ അഹങ്കാരത്തോടെ സംസാരിക്കുക, ഞാനൊരു സംഭവമാണ് എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ, ഇതെല്ലാം എനിക്ക് വെറുപ്പാണ്, അത് ദുസ്വഭാവമാണ്. അത്തരം സ്വഭാവക്കാർ എന്നെ തൊട്ട് വളരെ അകലെയായിരിക്കും നാളെ ഉണ്ടാവുക എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം ലഭിക്കാൻ, അവിടുത്തെ ചാരത്ത് സീറ്റ് ലഭിക്കാൻ സൽസ്വഭാവികളാവണം, നല്ല സ്വഭാവത്തിലുടമകളാവണം. വിനയവും താഴ്മയുമുള്ള, എല്ലാ വിഷയത്തിലും ഒതുങ്ങിക്കൊടുക്കാനുള്ള മനസ്സുള്ള, നല്ല ഇണങ്ങിച്ചേരുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇണങ്ങിച്ചേരാൻ പറ്റുന്ന നല്ല സ്വഭാവമുള്ളവരാവണം. അല്ലാഹു തആല അത്തരം സൽസ്വഭാവികളിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം നേടിയെടുത്തവരിൽ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.